ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാമും കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കാനാണ്. ഇനി ബേസിക് സയൻസിന്റെ കൂടാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഉച്ഛ്വാസവായാലും നിശ്വാസവായാലും എന്ന് വെച്ചാൽ ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും എന്തോരം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഓക്സിജന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഉച്ഛ്വാസവായാലും നിശ്വാസവായാലും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലുള്ള എന്താണ് വ്യത്യാസം, വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വി ബ്ലോ എയർ ത്രൂ എ ക്ലിയർ ലൈം വാട്ടർ യൂസിങ് സ്ട്രോ. ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഊതി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തേലോട്ട് പോവാം. ആദ്യം നമ്മൾ എന്താണ് ഇൻഹെയിൽ, എന്താണ് എക്സെയിൽ എന്ന് മനസ്സിലാക്കണ്ടേ. എന്റെ മക്കളെ, ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹെയിൽ ആണ് അല്ലെ. ഇൻഹെയിൽ ചെയ്യാ പറയുമ്പോ എന്താ, ഉള്ളിലോട്ട് എടുക്കാം. നമ്മളിതാ ഇപ്പൊ ഞാൻ ചെയ്തത് ഇൻഹെയിലാ, പുറത്തുവിട്ടാൽ എക്സെയില. അപ്പൊ ഇൻഹെയിൽ എന്ന് പറയുന്ന സമയത്ത് ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവർന്നു വരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു, ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടി ശ്വാസകോശം വികസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ അങ്ങനെ വെച്ച് നോക്കുക, നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ട് എടുത്തു നോക്കുക. ഇവിടൊക്കെ വികസിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ. ശ്വാസകോശം വലുതായി, നമ്മുടെ ഔരസാശയം വലുതായി, എല്ലാം വലുതായതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ഉള്ളിലോട്ട് വായു കയറി. ഇനി പുറത്തേക്ക് വിടുമ്പോ ഊതി വിട്ടൊരു ബലൂണ് പോലെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നേ. ഇനിയോ പുറത്തേക്ക് വിട്ട ആ കാറ്റ് പോയ ബലൂണിന്റെ പോലെ ഷൂ എന്ന് പറഞ്ഞ പോയില്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നേ, നമ്മുടെ വീണ്ടും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തു പോകുമ്പോ ഔരസാശ്യം വലുതായിട്ടുള്ള സാധനമൊക്കെ കുറഞ്ഞ് വ്യാപ്തിയൊക്കെ കുറഞ്ഞ് ചെറിയ പഴയ അവസ്ഥയിലോട്ട് എത്താണ്, ശ്വാസകോശം ചുരുങ്ങാണ്, ഡയഫ്രം പഴയ അവസ്ഥയിലോട്ട് എത്തി, വാരിയെല്ലിൻ കൂടെ താഴുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എല്ലാം വികസിച്ചു വരും, പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ പഴയ അവസ്ഥയിലോട്ട് പറയുമ്പോൾ ചുങ്ങിക്കൊണ്ടിരിക്കും, പഴയ പോലെ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അതിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഉള്ളിലോട്ട് എടുക്കുന്നത് നമ്മൾ എപ്പോഴും നിങ്ങൾക്കറിയാം ഓക്സിജൻ അല്ലേടാ. ഓക്സിജൻ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഓക്സിജൻ എന്തായിരിക്കും, നല്ല രീതി കൂടുതലായിരിക്കും. പുറത്തു വിടുമ്പോൾ അത് 15% ഉള്ളൂ, കുറഞ്ഞു അല്ലെ. ഇനിയോ ഇത് ഇൻഹെയില്, അത് എക്സെയില് കേട്ടോ. ഇത് ഇൻഹെയില്, എക്സെയില്. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കടാ, 0.04% ഉള്ളിലോട്ട് എടുക്കുമ്പോഴൂ. കാരണം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടത് ഓക്സിജനാ. എന്നാൽ പുറത്തേക്ക് വിടുമ്പോഴോ 4% ആയിട്ട് കൂടിയില്ലേ, 4%. നൈട്രജന് മാറ്റമൊന്നുമില്ല, രണ്ടും 78 ആണ്. ജലബാഷ്പവും നന്നായിട്ട് കൂടിയിട്ടുണ്ട് പുറത്തോട്ട് വിടുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് നടക്കണമെങ്കിൽ ഓക്സിജൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പുറത്ത് വിടുന്ന സമയത്ത് നമുക്കറിയാം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തോട്ട് ശ്വാസകോശം വിടുന്നത്, അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റും. പിന്നെ ചോദിച്ചാൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വരുന്ന സമയത്ത് എന്ത് മാറ്റമാണ് സംഭവിക്കുക, നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് ഊതിയാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക. ക്ലിയർ ലൈം വാട്ടർ പറഞ്ഞാൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമാണ്. അതിലൂടെ എന്ന് പറഞ്ഞ മിസ് ഊതിയുന്നുണ്ടെങ്കിൽ, ഊതാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്ത് അപ്പന്റെ മക്കൾ ആലോചിച്ചോ, നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ അത് നല്ല പാല് പോലെ മിൽക്കി ആയിട്ട് മാറും. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കടത്തി വിടുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ, അത് മിൽക്ക് ആയിട്ടുള്ള പാൽ നിറമാകുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം അത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റും. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അത് ഏതാണ്, അമീബയുടെ പോഷണം. അമീബ എങ്ങനെയാ ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടി അതിൽ വെച്ചിട്ടില്ല അല്ലെ. അതിൽ ഏതൊക്കെയാ ഫില്ല് ചെയ്തിട്ടുണ്ട്, കുറെ എണ്ണം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് അമീബയുടെ പോഷണം വരുന്നത്. ഫസ്റ്റ് തന്നെ ആഹാരം പദാർത്ഥം സ്വീകരിക്കണം, ഒരു സാധനം കിട്ടിയാൽ സ്വീകരിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, മാക്സിമം ദഹിപ്പിച്ചു, പറ്റുന്നിടത്തോളൊക്കെ ദഹിപ്പിച്ചിട്ട് വേണ്ടതൊക്കെ ആഗിരണം ചെയ്തിട്ട് സ്വാംശീകരിച്ചതിന് ശേഷം വേണ്ടാത്തത് പുറത്ത് കളിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി സ്റ്റെപ്പ്. ഇത് പാട്ട് പോലെ പഠിക്കാം. ആഹാരം സ്വീകരിച്ച് ദഹനമെല്ലാം പൂർത്തിയാക്കി ആഗിരണം സ്വാംശീകരണം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോകുന്നേ, പുറത്തോട്ട് പോകുന്നേ എന്ന് പഠിച്ചു. എല്ലാം പഠിച്ചു അല്ലെ, സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഫുഡ് പാർട്ടിക്കിൾ, ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ. ഇത്രയാണ് അമീബയുടെ പോഷണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. അടുത്തത്, ഡ്രോ ദ സിമ്പിൾ ഓഫ് ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഏതിലാ കിടക്കുന്നത്, ഈ രണ്ട് സാധനം ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇവിടെ നല്ല ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓൺ മോഡിൽ അല്ലേടാ, ഓൺ ആവല്ലേ ചെയ്തേ. ഇനിയിപ്പോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് നമ്മുടെ ഈ സ്വിച്ചില് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലോട്ട് അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഒരു മുകളിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ അർത്ഥം ഇത് ക്ലോസ് അല്ലാണ്ട് ആയി മാറി. ഇവിടെ കണക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ, അതേപോലെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, ഓഫ് മോഡായിരിക്കും, സ്വിച്ച് ഓഫ് മോഡ്. ഓഫ് മോഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബൾബ് പ്രകാശിക്കുമോ, ബൾബ് പ്രകാശിക്കില്ല. അപ്പൊ പ്രകാശിക്കാത്ത ബൾബ് വേണം നിങ്ങൾ അതിൽ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ സെല്ല് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ വരച്ചു കൊടുക്കാം.
ഇത്രയും സാധനമാണ് ചെയ്യേണ്ടത്. അപ്പൊ കണ്ടക്ടീവ് വയർ എന്താണ്, ഈ സിമ്പിൾസ് പഠിച്ച എല്ലാം സെറ്റാണ്. കണ്ടക്ടീവ് വരുമ്പോൾ ജസ്റ്റ് ഒരു വര മാത്രം വരയ്ക്കുക. ഓഫ് മോഡ് പറയുമ്പോൾ മുകളിലോട്ട് നമ്മളിങ്ങനെ സാധനം ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ നേരെയുള്ള ഒരു വര. സെല്ല് പറയുമ്പോൾ 2 ടീകൾ കൂട്ടിച്ചേർത്ത പോലെ, ഒരു വലിയ ടീ ഒരു കുഞ്ഞി ടീ, അങ്ങനത്തെ 4 ടീകള് സെല്ലുകൾ കൂടിച്ചേർന്നാലാണ് ബാറ്ററി ഉണ്ടാവുക. അപ്പൊ 4 സെല്ലുകൾ ഇതേപോലെ ഇതാക്കണ്ടോ, അങ്ങനെ കൂട്ടി 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 ഇതേപോലെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ബാറ്ററി ആയി. പിന്നെ പ്രകാശിക്കാത്ത ബൾബ്, പ്രകാശിക്കുക പറയുമ്പോൾ തന്നെ ഇഞ്ചു കൊടുക്കുക. പ്രകാശിക്കുന്ന പറയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ലൈറ്റ് ഒക്കെ വന്ന് നല്ല നമ്മുടെ ബൾബ് കത്തിയോ ചോദിക്കുമ്പോൾ നമ്മൾ മുകളിൽ എന്ത് ചെയ്യും, ഫുൾ ലൈറ്റ് വരില്ലേ, അത് വരച്ചു കൊടുക്കുക. പിന്നെ ബസറിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പാണ്. മിനി മോട്ടറിന്റെ പേര് തന്നെയുണ്ട് മിനിക്കുട്ടി, എം കൊടുക്കുക അല്ലെ നമുക്ക്. പിന്നെ ഉള്ളത് ഏതാ, LED ആണ്. LED നമ്മൾ ഒരു ആരോ മാർക്കും ഒരു ടീയും കൂടെ വരച്ചു കൊടുത്ത് ഇതേപോലെ വരച്ചാൽ മതി. റെഡി അല്ലേ? അപ്പൊ അത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ടു ദ പേഴ്സൺ ഹൂ സഫറിംഗ് ഫ്രം ഇലക്ട്രിക് ഷോക്ക്? ഇലക്ട്രിക് ഷോക്ക് വന്ന ഒരാൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാ മക്കളെ നമ്മൾ കൊടുക്കേണ്ടത്? ഒരു ഇലക്ട്രിക് ഷോക്ക് വന്നാൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, എക്സാമിന് മാത്രം പഠിക്കേണ്ട കാര്യമല്ല അത് അല്ലേ. അപ്പൊ ഒരാൾക്ക് പെട്ടെന്നൊരു സംഭവം വന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർ ആ സാധനമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിച്ഛേദിക്കുക എന്നുള്ളതാ, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാ അല്ലേ. സോ എന്തെങ്കിലും ഉണങ്ങിയിട്ടുള്ള ഒരു കമ്പൗണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും സാധനം കൊണ്ടോ നമ്മൾ അതൊന്ന് തച്ച് അവരെ ആ ഒരു ഡിസ്കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ വൈദ്യുത ബന്ധം ഒഴിവാക്കുക, ഫ്യൂസ് കൂരി മാറ്റുക, അങ്ങനെ കംപ്ലീറ്റ് ആദ്യം അവരെ രക്ഷിക്കുക. പിന്നെ അവരുടെ ഹൃദയമിടിപ്പ് നോക്കുക. ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഞ്ചിന്റെ അവിടെ കൈയിന്റെ മുകളിൽ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. റെഡി. പിന്നെ ചെയ്യേണ്ടത്, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്ത് കൊടുക്കുക, ശ്വാസോച്ഛ്വാസം കൂടെ കൊടുക്കുക, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, കൃത്രിമ ശ്വാസം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് തിങ്, ഡൺ, ഡിസ്കണക്ട് ഇലക്ട്രിക് കോണ്ടാക്ട്, സ്വിച്ച് ഓഫ് ചെയ്യുക, ഫ്യൂസ് ഒക്കെ ഓഫ് ചെയ്തിട്ടിടുക, സെപ്പറേറ്റ് ചെയ്യുക, ഇലക്ട്രിക് സർക്യൂട്ടിന് അയാളെ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഇൻ ദ കേസ് ഓഫ് ഹേർട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെസ്റ്റ് കംപ്രഷൻ ചെയ്ത് കൊടുക്കുക. കംപ്രഷൻ ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്ലേസ് 1 ഹാൻഡ് ഓൺ ടോപ്പ് ആൻഡ് അതർ അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ, കറക്റ്റ് സ്ഥലത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം. പിന്നെ ബ്രീത്തിങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവർക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഇത്രയും കേസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മിസ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണ്ട നിങ്ങൾക്ക്, ഒരുപാട് പഠിക്കണ്ടേ. നമ്മുടെ എക്സാം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബോധം വരിക അല്ലെ, അയ്യോ പഠിച്ചത് പോരാന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റിവിഷൻ ബാച്ച് ആണ് അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബാച്ച് പറയുന്നത്. അതിനകത്ത് കംപ്ലീറ്റ് റിവിഷൻ മാത്രമായിരിക്കും, ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എന്റെ മക്കൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ എക്സാം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്, പബ്ലിക് എക്സാമും വരാൻ പോവാണ് അല്ലേ. സോ ഇതാണ് നമ്പർ, ഇതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും. സോ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം എഴുതണം. All the very best. Basic science full mark, full A grade തന്നെ കിട്ടട്ടെ. So thank you so much and bye bye.